ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്നെയിൽ മുസിൻ പവർ എസൻസിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ ഒത്തിരി ഹൈപ്പുള്ള പ്രോഡക്റ്റാണ്. ഇത് നല്ല പ്രോഡക്റ്റാണോ, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മോർണിംഗിൽ ഉപയോഗിക്കാം, നൈറ്റിൽ ഉപയോഗിക്കാം. ഞാനിത് പൊതുവേ നൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ശേഷം നമ്മൾ ടോണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടോണർ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്നെയിലിൻ്റെ ഈ മുസിൻ പവർ എസൻസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് നമ്മൾ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാറില്ല. ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ മസ്റ്റായിട്ടും ഇതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ബേസിക്കലി ഇത് ഒച്ചിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ജെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് വലിയ കാര്യം. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. സ്കിന്ന് നല്ലതായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് സ്കിന്നായിട്ട് ഇരിക്കാനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹൈഡ്രേഷൻ തരും. അതുകൊണ്ട് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും ഇത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് പാടുകളുണ്ട് മുഖത്ത്. ആ പാടുകളൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിന് ഇത് ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കിൻ ഇറിറ്റേഷൻസൊക്കെ ഉള്ളവർക്ക് ഇറിറ്റേഷൻസൊക്കെ മാറ്റി സ്കിൻ നല്ല സ്മൂത്താക്കി കാമാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് പിമ്പിൾസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ഞാൻ 2 ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചെറിയൊരു പമ്പ് മാത്രം അപ്ലൈ ചെയ്തു. പിന്നീട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പൊതുവേ എൻ്റെ ഫേസിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫേസിൽ പുതുതായിട്ടൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനൊരു പ്രോബ്ലം കേട്ടോ. പിന്നീടെല്ലാം എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലാതിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിത് നൈറ്റിൽ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഏത് ടൈമിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. മോർണിംഗിലും അപ്ലൈ ചെയ്യാം, നൈറ്റിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1500 ആണ്. പക്ഷേ നമുക്കിത് വേർത്ത് മണിയാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ 2 പമ്പ്സ് മതി കേട്ടോ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 മാസം എന്തായാലും നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരു വേർത്ത് മണി എന്ന് തന്നെ പറയാം. ഇതൊരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ് ഇതുപോലെ സ്നെയിൽ മുസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയും. നമുക്ക് വേറെയും പ്രോഡക്റ്റ് വില കുറവിൽ നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ റെനയുടെ സ്നെയിൽ മുസിൻ ഉണ്ട്, ബോഡി വേസിൻ്റെ സ്നെയിൽ മുസിൻസ് ഉണ്ട്. ഇതെല്ലാം നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ്. അപ്പോൾ അതും നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇത് വന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പക്ഷേ ബ്ലെൻഡ് ചെയ്ത് പോകും കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോവും. നല്ല ഒരു ഫോർമുലയാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ നമുക്ക് അലർജിക്ക് ആയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമുക്ക് ഒരു 1500 റുപ്പീസ് മുടക്കാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കണം കേട്ടോ. മോയ്സ്ചർ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്തു കേട്ടോ ഈ പ്രോഡക്റ്റ്. ഇത് ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും നല്ല ഹെൽപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.